എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ രാത്രി ഇരുന്നിട്ട് വെളുത്തുള്ളി പൊളിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ വെളുത്തുള്ളി പൊളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. ചെറിയുള്ളിയും സവാളയും പച്ചമുളകും ഒക്കെ ക്ലീൻ ചെയ്ത് എല്ലാം കഴുകി രാത്രി അത് വെച്ചതാണ് കേട്ടോ. വെച്ചിട്ട് അതിൻ്റെ മീതിലൊരു തുണിയിട്ട് മൂടിയിട്ടാണ് പോയി കിടന്നിട്ടുണ്ടാകുന്നത്. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് വന്നിട്ടാണ് അത് അപ്പം നല്ല ഡ്രൈ ആയിട്ടിരിക്കും, എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പോൾ ഞാനില്ലേ ആദ്യമായിട്ടാണ് ഈ റോൾഡ് ഓട്സ് മേടിക്കുന്നത് കേട്ടോ. ഞാനത് വെറുതെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ ഇൻസ്റ്റൻറ്റ് ഓട്സാണ് മേടിക്കാറ്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻറ്റ് ഓട്സ് മേടിക്കണം. പക്ഷേ ഇത് ചില വീഡിയോകളിൽ ചില ആളുകൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഒരു തവണ ഒന്ന് മേടിച്ച് നോക്കണം ഇതെന്താണ്. അപ്പോൾ അങ്ങനെ റോൾഡ് ഓട്സാണ് ഇത്തവണ മേടിച്ചത്. പക്ഷേ ഭയങ്കര വേവായതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഏത് ഓട്സാണ് നല്ലതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. 3 ടൈപ്പ് ഓട്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് ഇങ്ങനെ ഈ നുറുക്ക് ഗോതമ്പ് പോലെ കിടക്കുന്ന ഒരു ഓട്സ് ഉണ്ട്, അതും പിന്നെ ഈ റോൾഡ് ഓട്സും പിന്നെ നമ്മൾ എപ്പോഴും മേടിക്കണ ഇൻസ്റ്റൻറ്റ് ഓട്സ്. ആ ഇൻസ്റ്റൻറ്റ് ഓട്സാണ് ശരിക്കും എളുപ്പം ചെയ്യാനായിട്ട്. ഇത് കുറേ അധികം നേരം നമ്മൾ ഇട്ട് വേവിക്കേണ്ടി വരും. എനിക്കൊന്നിന് കുക്കറിൽ വേവിക്കുന്നതിന് കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അത്രയും വേവുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ വന്ന് എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഇല്ലേ ഒട്ടും പാലൊഴിച്ചതുപോലെ ഇല്ല, ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. പിന്നെയും ഞാൻ പാലൊഴിച്ച് അങ്ങനെ. അപ്പോൾ ഏതായാലും സംഗതി ഒരു കപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ആൾക്ക് കഴിക്കാനുണ്ടാവും. മറ്റേതൊരു കപ്പ് എടുത്തു കഴിഞ്ഞാൽ പപ്പക്ക് മാത്രമേ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കൂടുതൽ ഉണ്ടാകും ഒരു കപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു കപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ 3 കപ്പ് വെള്ളം ഒഴിക്കാനാണ് പറഞ്ഞേക്കണത്. എന്നിട്ട് പിന്നെ അതിനെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് പാലൊക്കെ ഒഴിച്ച് പിന്നെ ഞാനിത്തിരി പഞ്ചസാര ഇട്ടത് കേട്ടോ. പിന്നെ ഉപ്പിട്ടാണ് വെച്ചിട്ടുണ്ടാകുന്നത്. പിന്നെ ഇത്തിരി പഞ്ചസാര ഇട്ട്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടൊക്കെ കഴിക്കൂലേ, അങ്ങനെയൊക്കെ കഴിക്കാം. അപ്പോൾ അത് ഞാനത് ഏറ്റവും അവസാനം കഴിക്കാനെടുത്തിട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ എടുത്താണ് കാണിച്ചത് കേട്ടോ. അപ്പോൾ പേരക്കയും കൂടിയിട്ട് കൂടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാലൊക്കെ തീർന്നിരുന്നത് കൊണ്ട് ഏതായാലും പാല് മേടിച്ച്. അപ്പോൾ ഈ പാല് ഇവരൊരു കവറിനകത്ത് ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് വേറൊരു കവറിലിട്ടിട്ടാണ് വെക്കണം. പക്ഷേ ആ കവറോടുകൂടി നമുക്ക് ഒരിക്കലും പുറത്തോട്ട് എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ കീറിപ്പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം അത് പൊക്കിയെടുക്കാൻ പറ്റില്ല, കുതിർന്നിരിക്കണിരിക്കുള്ളൂ ആ കവറ്. നമ്മൾ എടുക്കുമ്പോൾ തന്നെ അത് പാലിങ്ങനെ വിട്ട് താഴേക്ക് വീഴും. അതുകൊണ്ട് അതിങ്ങനെ വലിച്ചു പറിച്ചെടുക്കാനേ പറ്റുള്ളൂ. ഇത് കണ്ടില്ലേ, ഈ ഒരു രൂപത്തിൽ എപ്പോഴും അതിനകത്തുനിന്ന് പാല് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പാക്കറ്റ് തൈരും ഒക്കെ മേടിച്ച് കുളിപ്പിക്കാൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറത്ത് ഭയങ്കര അപ്പുറത്തെ വീട്ടിലെ ഡോഗെല്ലാം കൂടി ഭയങ്കര ബഹളം കേട്ട് കുറേ നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ബഹളം കേട്ടിട്ട് ഞാൻ വീഡിയോയിൽ ആ ശബ്ദം കേൾപ്പിക്കാമെന്ന് വിചാരിച്ചെടുത്തപ്പോഴത്തേക്ക് അവരുടെ ആംബുലൻസ് അപ്പോൾ അവിടെ ഇതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ എന്തോ അസുഖം വന്ന് ആർക്കോ ഇങ്ങനെ ഒരു ആംബുലൻസ് വരുത്തിയിട്ട് ഇങ്ങനെ കയറി പോകുന്നത് ഉണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ അത് നമ്മൾ നോക്കുന്ന സമയത്ത് ആംബുലൻസ് പോയത് പിന്നീട് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് അറിയണത് ഇങ്ങനെ എന്തോ ഒരു പ്രശ്നമായിട്ട് അങ്ങനെ ആംബുലൻസ് വരുത്തിയിട്ട് പോയതാണെന്നല്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് നേരമാണ് അവിടെ ഡോഗുകൾ കിടന്നിട്ട് ഭയങ്കര ഓലിയിടലായിരുന്നു. അവിടെ 3 ഡോഗുണ്ട് ഇപ്പുറത്തെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ. അപ്പോൾ ആ ഡോഗുകളാണ് ഭയങ്കരമായിട്ട് ഓലിയിട്ടത്. അപ്പോൾ നമുക്കിപ്പോഴേ ഒട്ടും തന്നെ കറിക്ക് മീനൊന്നുമില്ല. ഞാൻ പറഞ്ഞിരുന്നില്ല ഷാജിക്ക് വയ്യ, മീനൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് മീനിടക്കെങ്കിലും ഒരു ദിവസം 2 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അങ്ങോട്ട് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയത്. ഇപ്പോൾ മീൻ ഒട്ടും തന്നെ ഇല്ലാതായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, എന്താ കറിക്ക് വെക്കുക. ആകെപ്പാട് ചിക്കനാണ് ഇപ്പം മിക്ക ദിവസവും വെക്കണം. അപ്പം ഞാൻ റോജൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം റൂബിക്ക് ചിക്കൻ തീർന്നിരിക്കുന്നതുകൊണ്ട് 2 ചിക്കനാണ് ഈ മേടിച്ചത്. അത് കൊണ്ടുവന്ന് വെച്ച ഉടനെ തന്നെയാണ് റോജൻ്റെ അടുത്ത് ചോദിച്ചത്, റോജറെ ഇന്ന് ചിക്കൻ തന്നെ ഉള്ള മീനൊന്നും ഇല്ല, ബീഫ് ഓർഡർ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവൻ അന്നേ ഇന്ന് ചിക്കൻ വേണ്ട ബീഫ് ആക്കും മമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം ബീഫ് ഓർഡർ ചെയ്തിട്ട് 2 കിലോ ബീഫ് അയാൾ കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ വെറുതെയാണ് മേടിച്ചത്. കാരണം ബീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ റൂബിക്ക് ഞാൻ ബീഫ് തന്നെ കൊടുക്കും. അപ്പോൾ ഇന്ന് ബീഫ് മേടിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ചിക്കൻ മേടിച്ചത്. പക്ഷേ ബീഫ് ഇങ്ങനെ അപ്രതീക്ഷിതമായി മേടിച്ചത് കൊണ്ട് മേടിച്ച ചിക്കൻ എല്ലാം 2 ചിക്കനും ഒരു 6 ഭാഗങ്ങളാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് ഫ്രീസറിലോട്ട് മാറ്റി. എന്നിട്ട് ബീഫാണ് ഇന്നിപ്പോൾ റൂബിക്ക് കൊടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മൾ തലേദിവസം ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചതുകൊണ്ട് ഇപ്പോൾ ആവശ്യത്തിന് ഞാനിപ്പോൾ അതിനകത്ത് നിന്ന് എടുത്ത് ഒരു പ്ലേറ്റിൽ വെച്ചതിന് ശേഷം
ബാക്കിയുള്ളതെല്ലാം ഫ്രിഡ്ജിലോട്ട് മാറ്റേണ്ട. അപ്പോൾ നമ്മൾ ഇഞ്ചി ക്ലീൻ ചെയ്തത് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത് വേറൊരു ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇഞ്ചിയൊന്നുമില്ല. അപ്പോൾ ആ ബോക്സിൽ നിന്ന് ആവശ്യത്തിന് കുറച്ചിങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബോക്സ് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ചെറിയുള്ളി, വേപ്പല എല്ലാം ഒന്നിച്ചങ്ങോട്ട് എടുക്കാൻ പറ്റും. പല പല ബോക്സുകൾ തുറന്ന് നേരം കളയണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്ത് വെക്കാനായിട്ട് സമയം കിട്ടുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരത്തേക്ക് എഴുന്നേക്കണോണ്ടാണ് കൂടുതൽ നമുക്ക് എല്ലാം ചെയ്യാൻ സമയം കിട്ടുന്നത്. പിന്നെ ഞാൻ ഏതായാലും ഇറച്ചി ഒരു 3/4 ഭാഗവും എടുത്തിട്ട് അതിനകത്തുനിന്നൊരു കുറച്ച് റൂബിക്കും പിന്നെ 3/4 ഭാഗം ഞാൻ ഈ ഒറ്റ ഇതായിട്ട് തന്നെ വേവിക്കുന്നതാണ്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ഉപ്പും കൂടി ചേർത്ത് അങ്ങോട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അത് ഇവിടെ ഇപ്പോൾ പൊട്ടറ്റോ ഇട്ട് വെക്കണതിനേലും ഇഷ്ടം റോസ്റ്റ് ചെയ്യുന്ന ഡ്രൈ ആയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഏതായാലും എല്ലാം അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഒരു പീസ് കട്ട് ചെയ്യാതെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിലോട്ട് കട്ട് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിച്ചത്. എങ്കിലും ഇതൊക്കെ കഴിഞ്ഞിട്ട് സാവധാനം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു പീസായിട്ടിരിക്കുന്നുണ്ടായപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് അത് നമുക്ക് റോജറിന് ഡ്രൈ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. അന്ന് പിന്നെ അത് മുറിക്കാതെ തന്നെ വേവിച്ചിങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം മുറിച്ചിട്ട് നമ്മൾ വേവിക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ വളഞ്ഞിങ്ങനെ വരും പീസുകൾ. അപ്പം നമ്മൾ മൊത്തത്തിലൊരു ചതുരം പീസ് എടുത്തിട്ട് മൊത്തത്തിൽ വേവിച്ച് കഴിഞ്ഞിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്ന് പിന്നെ അരിയാതെ ഇതവിടെ വെച്ചിട്ട് ഈ കുക്കർ ഒഴിയുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് തന്നെ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ അതവിടെ മാറ്റി വെച്ചിട്ടാ. അപ്പോൾ ഇന്ന് ഏതായാലും നമ്മുടെ സാധാരണ എപ്പോഴും വെക്കുന്നൊരു കോമ്പിനേഷനാണ് മോര് ചാറും ക്യാബേജ് തോരനും ബീഫ് റോസ്റ്റും. അപ്പോൾ ഈ തോരന് വേണ്ടിയിട്ടില്ലേ നമ്മൾ ചെറിയ ജീരകമാണ് സാധാരണ എല്ലാവരും ചേർക്കണത്. ചെറിയ ജീരകം തന്നെയാണ് ഞാനും മിക്കവാറും ചേർക്കണത്. പക്ഷേ നമ്മളൊന്ന് വ്യത്യാസപ്പെടുത്തി പെരുംജീരകം ചേർത്ത് നോക്ക്, ആ ഒരു തോരൻ നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവർ പെരുംജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, തേങ്ങ ഇത്രയും മിക്സിയിലൊന്ന് ഒതുക്കിയെടുത്തിട്ട് തോരൻ ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ പെരുംജീരകം തോരനിൽ ഇടുന്നത് കണ്ടപ്പോഴത്തേക്കും ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു, പെരുംജീരകമല്ല ചെറിയ ജീരകമാണ് ഇടണ, ഇത് പെരുംജീരകം ഇടാൻ പാടില്ല. പക്ഷേ ചെറിയ ജീരകം ഇടുന്നത് ശരിയാണ്, പക്ഷേ പെരുംജീരകം ഇതുവരെ ഇട്ട് നോക്കാത്തവർ ഇട്ട് നോക്ക്. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുമ്പോൾ തോരൻ അയ്യോ എന്തൊരു ടേസ്റ്റാണ് ഇപ്പം എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തോരന് പെരുംജീരകമാണ് സാധാരണ ചേർക്കണത്. പിന്നെ നമ്മൾ ചാറ് വെക്കൂല, ഇപ്പോൾ മോര് വെക്കുമ്പോൾ അതിനകത്ത് പെരുംജീരകം ഇടാറില്ല, അതിനകത്ത് ചെറിയ ജീരകവും വെളുത്തുള്ളിയും തന്നെയാണ് അരച്ചിട്ട് ചേർക്കണത്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് കടുകൊക്കെ പൊട്ടിച്ച് ചെറിയുള്ളിയൊക്കെ ഒന്ന് ആക്കി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒതുക്കിയെടുത്ത ഞാൻ എപ്പോഴും പറയില്ലേ പീര ഒതുക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ ക്യാബേജ് പീര ഒതുക്കിയത് അല്ലെങ്കിൽ പീര ചായച്ചത് അങ്ങനെയൊക്കെ പറയണത് നമ്മളുടെ ഇവിടെ തോരനൊന്നും പറയാറേ ഇല്ല. ഏതായാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തോരൻ എന്നൊക്കെ പറയണതാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇപ്പം നമ്മൾ തേങ്ങയും പെരുംജീരകവും ഇത് പച്ചമുളകും മഞ്ഞളും ഒക്കെ ചേർത്തിട്ട് അങ്ങോട്ട് ഇട്ട് പിന്നെ ക്യാബേജും കൂടി ഇട്ടിട്ട് അതോടെ മിക്സ് ചെയ്ത് ചെറിയ തീയിൽ വെച്ച് ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും കൂടി അരച്ചിട്ട് നമ്മുടെ മോര് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പുളിയുള്ള മോര് പപ്പ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ പപ്പയാണ് മേടിച്ചുകൊണ്ട് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പുളിയുള്ള മോര് തൈര് നോക്കി പോയിട്ട് ഇത് റൈൻ നനഞ്ഞ് കുതിർന്ന് വന്നില്ലേ, അപ്പോൾ അന്ന് മേടിച്ചപ്പോഴത്തേക്ക് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല പുളിച്ച തൈരായിരുന്നു. അതുകൊണ്ട് പപ്പ അത് മേടിച്ച് ഒരു 1/2 ലിറ്ററിന് 40 രൂപയാണ് കേട്ടോ. മോരിന് അല്ല തൈരിന് 1/2 ലിറ്റർ 40 രൂപയാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ അതിൻ്റെ മുഴുവൻ എടുക്കേണ്ടി വരില്ല, കാരണം നല്ല പുളി ആയതുകൊണ്ട് നമുക്ക് കുറേ അധികം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം ഞാൻ മാറ്റി വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ തേങ്ങ അരപ്പ് ഒന്ന് തിളച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ആ കവറ് മാറ്റേണ്ട ആവശ്യമില്ല, അതിനകത്ത് തന്നെ ഒരു വിസ്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ഒഴിക്കണേണ് കേട്ടോ. അപ്പോൾ കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഇങ്ങോട്ട് നമ്മൾ താളിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം കഴിഞ്ഞ്. അപ്പോൾ ഇതിനകത്തേക്ക് താളിച്ചിട്ടായിട്ട് കുറച്ചധികം ഉള്ളിയും ഇത് ഉണക്കമുളകും വേപ്പിലയും ഉലുവാപ്പൊടിയും കൂടിയൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഉലുവയിട്ട് പൊട്ടിച്ചില്ല, കാരണം ഉലുവാപ്പൊടി എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഉലുവാപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇത്തിരി മുളക് പൊടി കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും കൂടി, അതൊന്നും ഞാൻ വീഡിയോയിൽ എപ്പോഴും നമ്മൾ ഇത് ചെയ്യണോണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് താളിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കാര്യം കഴിഞ്ഞ്. ഇനിയിപ്പോൾ നമ്മളുടെ ബീഫ് ഉണ്ടല്ലോ, അതൊന്ന് തുറന്നിട്ട് അതിൻ്റെ വെള്ളം ഒരുപാടുണ്ടാകും. എന്തായാലും നമ്മൾ വെള്ളം
ഒട്ടും തന്നെ വെക്കാതെയാണ് വേവിക്കാൻ വെക്കുന്നത്. പക്ഷെ ഒരുപാട് വെള്ളം ഇരിക്കുള്ളൂ. എപ്പോഴും പണ്ട് നമ്മൾ ബീഫൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ചാണ് വേവിക്കണത്, അല്ലെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. പക്ഷെ ഇപ്പം നമുക്ക് വെള്ളം ഒഴിക്കുകയേ വേണ്ട, അതിനകത്ത് നിന്ന് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ പണ്ട് 1 കിലോ ബീഫ് മേടിച്ച് 2 ദിവസത്തേക്ക് ഉണ്ടാവും എല്ലാവർക്കും കഴിക്കാൻ. ഇതിപ്പോൾ 2 കിലോ ഇപ്പം ഞങ്ങൾ മേടിച്ചാലും ഒട്ടും തന്നെ ഇല്ല. പിറ്റേ ദിവസത്തേക്ക് ഒരു ഇത്തിരി ഉണ്ടെങ്കിലായി, അല്ലെങ്കിൽ അത് അങ്ങനെ തീരണേണ്. അപ്പോൾ അങ്ങനെ അത്രയും കുറവാണ് ഇപ്പോൾ ബീഫിൻ്റെ ആ ഒരു വെള്ളം കയറ്റിയ ബീഫ് എന്തൊക്കെയാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ അതേ എണ്ണ ചൂടാക്കിയിട്ട് ഇനി ബീഫ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് എണ്ണ ഭയങ്കരമായിട്ട് ചൂടാകുന്നതിന് മുമ്പ് തന്നെയും അതിനകത്തേക്ക് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഒരിത്തിരി ചെറുജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഒരിത്തിരി ഉലുവാപ്പൊടിയും കൂടിയൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ അതൊന്ന് പതിയൊന്ന് ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചിട്ട്, കരിഞ്ഞു പോകാതെ മൂപ്പിച്ചിട്ട് ഈ ബീഫ് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് വേവിച്ച ബീഫും തട്ടി അതങ്ങോട്ട് വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ, അപ്പം അധികം വെന്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് വെന്ത് പോയാലും നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല, പൊടിഞ്ഞു പോകും. അപ്പോൾ ഒരു 90% വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്തു തരണമെങ്കിൽ ഇത് ഇളക്കി വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കും നല്ല പാകത്തിന് വെന്തിട്ടുണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും. എനിക്ക് അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. നമുക്ക് എല്ലാ അബദ്ധങ്ങളും പറ്റുമല്ല. അപ്പോൾ അങ്ങനെ നേരത്തെയൊക്കെ റോജറിനൊക്കെ കൊടുത്തു വിടാൻ നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ കൊടുത്തുവിടില്ലേ. അപ്പോൾ അത് സമയത്തൊക്കെ ചില സമയത്ത് ഇതുപോലെ കൂടുതൽ വെന്തു പോകും. ചില ബീഫിനൊക്കെ എരുമിറച്ചിയാ അങ്ങനെയൊക്കെ ഇല്ലേ, പശു ഇറച്ചി, എനിക്ക് അതൊന്നും നോക്കാനറിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കയ്യിൽ കിട്ടുന്ന ഇറച്ചി അത്രയേ ഉള്ളൂ. അതങ്ങോട്ട് വേവിക്കും. ചിലതിന് വേവ് കൂടുതലും കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ BDF ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പീസ് ബീഫ് അവിടെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഇത്തിരി മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് അതിനെ ഒന്ന് വേവിക്കണേ. വേവിച്ച് കഴിഞ്ഞിട്ട് ഉപ്പും ചേർത്തിട്ട് വേവിക്കണേ. അപ്പോൾ അതേ കുക്കർ അങ്ങനെ തന്നെ എടുത്താൽ മതിയില്ല. അപ്പോൾ ഒരു കഴുകൽ ഒഴിവാക്കാമെന്ന് വിചാരിച്ച് ഇപ്പം തന്നെ ഞാൻ ആക്കി വെക്കണേ. പക്ഷെ അത് പിറ്റേ ദിവസമേ നമ്മളത് ഫ്രൈ ചെയ്യുള്ളൂ. ഇപ്പോൾ വേവിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾക്ക് നല്ല നീളത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല രീതിക്കായിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വറ്റിക്കണമെങ്കിലും വറ്റിക്കാം. അപ്പോൾ സവാളയും പച്ചമുളകും വേപ്പിലയും കൂടി കുറച്ചധികം സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ഇത്തിരി ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്ത്, കാരണം സവാള കൂടുതലാകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഉപ്പ് പോരാതെ വരും. കറിയുടെ ഉപ്പും ഉപ്പില്ലാത്ത സവാളയും കൂടി ആകുമ്പോൾ ഒരു ഉപ്പില്ലാത്ത പോലെ ഇപ്പം, അതുകൊണ്ട് ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇന്നത്തെ നമ്മളുടെ കറികൾ, ഈ 3 സാധനം. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിക്കാനെടുത്ത് ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി അതൊക്കെ എടുത്തതിന് ശേഷമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണത്. അപ്പോൾ പപ്പ കഴിച്ചിട്ട് പോയിട്ടുണ്ട്. കാരണം ഇന്ന് ഫ്രൈഡേ ആണ്, അതുകൊണ്ട് തന്നെ പപ്പയ്ക്ക് പള്ളിയിൽ പോകേണ്ട ദിവസമാണ്. പപ്പ വേഗം കഴിച്ചിട്ടൊക്കെ ഒരുങ്ങിയിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ പണ്ടെല്ലാം ഫ്രൈഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾസാണ് എപ്പോഴും വെക്കാറ്. പക്ഷേ ഇപ്പോൾ കുട്ടികളൊക്കെ വലുതായി കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ പറഞ്ഞാലൊന്നും അത്ര ശരിയാവില്ല. അതൊന്നും നോക്കണ്ട, നമുക്ക് പറ്റുന്നതൊക്കെ കഴിക്കാം എന്നുള്ളൊരു തീരുമാനമാണ്. അങ്ങനെ ഇന്നിപ്പോൾ ഫ്രൈഡേ ആണെന്നുണ്ടെങ്കിലും ബീഫ് റോസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പപ്പ പോയി വന്നതിന് ശേഷം ഈ ഒരു നമ്മൾ പുറത്ത് പിടിപ്പിക്കാൻ മേടിച്ചൊരു വിളക്കാണ്. അപ്പോൾ അത് നേരത്തെ ഈ പുറത്ത് പിടിപ്പിക്കാനായിട്ടൊരു വിളക്ക് മേടിച്ചിട്ട് അതവിടെ പാകമല്ല, അത് നമ്മൾ വേറെ സ്ഥലത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു സ്ഥലത്ത് പഴയ വിളക്ക് ഇങ്ങനെ തുരുമ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അതഴിച്ച് മാറ്റി, കുറച്ച് ദിവസം മുൻപ് അഴിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വുഡിൻ്റെയാണ്. നമുക്കിവിടെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കും, ഈ കടൽക്കര ആയതുകൊണ്ട്, കടലരിക ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വുഡിൻ്റെയാണ് ഇപ്പോൾ മേടിക്കണമല്ലോ. ഇതും വുഡിൻ്റെയാണ്. ഇതാണ് അവിടെ പിടിപ്പിക്കാൻ അന്ന് മേടിച്ചത്. ചിരവ പോലെ ഇരിക്കണ പോലെ തോന്നും. പക്ഷെ അതവിടെ പാകവും ഇല്ല, അതുകൊണ്ട് നമ്മൾ അവിടെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണയും ഞാൻ ഈ മരത്തിൻ്റെ നോക്കി തന്നെയാണ് മേടിച്ചത്, മരവും ഗ്ലാസും കൂടിയുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ മെറ്റലിൻ്റെ ഭാഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തുരുമ്പിക്കും. ഇപ്പം നമ്മളകത്ത് മാറ്റിയ എല്ലാ വിളക്കുകളും തന്നെ മരത്തിൻ്റെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വുഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ലാതെ നിൽക്കും. പിന്നെ ഇന്നെനിക്ക് ഒന്ന് പള്ളിയിൽ 6 മണിയുടെ മാസിന് പോകണമായിരുന്നു. അപ്പോൾ അതിന് പോയിട്ട് ഒരു 8 മണിയായപ്പോഴത്തേക്കുമാണ് തിരിച്ച് വന്നിട്ട്. അപ്പോൾ ഇത് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നതും പിന്നെ ദേ തിരിച്ച് വന്നതുമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഒറ്റക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നടന്നാണ് പോണത് നമ്മൾ.
ഷവർമ്മ. സോറി, ഷവർമ്മ. മണിക്കുട്ട. ഇത് ഫലൂദ. എനിക്ക് ഫലൂദ. അയ്യോ, ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. എവിടെ ഷവർമ്മ എടുക്ക്? ഇവർക്ക് 2 ഷവർമ്മ, രണ്ടും ഫ്ലേവറാണ്. ഒരെണ്ണം സ്പൈസി അറബിക് ഫ്ലേവർ, വേറൊരെണ്ണം ചീസ് ഫിൽഡാണ്. മക്ഡൊണാൾഡ്സിന്റെ ഇത്. അപ്പൊ ഇന്ന് വൈകുന്നേരം ഞാൻ പള്ളിയിലേക്ക് പോയതുകൊണ്ട് തന്നെ ഇവര് വൈകുന്നേരം അത്ര കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതേ ഷവർമ്മ മേടിച്ച് രണ്ടുപേരും കഴിച്ച് കൂട്ടത്തിൽ എനിക്കൊരു ഫലൂദയും മേടിച്ചു തന്നു. പണ്ട് നമ്മ ഇങ്ങനെ തന്നെയല്ലേ ഇവിടെ കൊണ്ടു നടക്കണത് കുഞ്ഞിലെ. അത് എന്താണിപ്പോ എവിടെയാണ് കുഞ്ഞിരിക്കണത്? കുഞ്ഞെവിടെ ഇരിക്കണ? നിക്കണേണ് പൊന്നുമ്മേ. അച്ഛോ, ഇതെന്താ നിക്കണം? ഇറങ്ങി 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 ഇറങ്ങി. പണ്ട് നമ്മുടെ റയൻ ഇവള് കുഞ്ഞായിരുന്നു, റയനും കുട്ടിയായിരുന്നു. ആ സമയത്ത് ഇതുപോലെ പുതപ്പിൻ്റെ അകത്ത് ഇവളെ ഇങ്ങനെ ചുമന്നിട്ട് നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഊഞ്ഞാലിൽ കിടത്തിയിട്ട് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ആട്ടുമായിരുന്നു. അങ്ങനെയൊക്കെ റൂബി കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നതാണ് ഇത്രയും. ഇപ്പോഴും റൂബി കുഞ്ഞിനെ പുന്നാരിപ്പിച്ചാണ് ചേട്ടന്മാർ കൊണ്ടുനടക്കണത്. അപ്പം എന്നെ പപ്പ വന്ന് വിളിച്ചാനുണ്ട്. അതേ വന്ന് നോക്കിയേ ഇവിടെ ലൈറ്റൊക്കെ കത്തി എന്നൊക്കെ പറഞ്ഞ് എന്നെ വന്ന് വിളിച്ചാൽ പപ്പക്ക് അങ്ങനെയാണ് അതൊക്കെ കാണിക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ലൈറ്റ് കണ്ടില്ലേ, നമ്മളുടെ ഈ അരമതിലിൻ്റെ അവിടെ നിന്ന് പൊങ്ങി നിൽക്കുന്നത്, ഈ ലൈറ്റൊന്നും ഇതുവരെ കത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് കത്തിച്ചേക്കണത്. പിന്നെ അതേ സ്റ്റേജ് റൂഫ് കവർ ചെയ്യാനുള്ള സാധനമാണ് അവിടെ ഗ്രൗണ്ടിൽ കിടക്കുകയൊക്കെ ചെയ്യണത്. അതൊക്കെ ഇപ്പം തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പോൾ രാത്രി അവർ നിന്നിട്ട് വർക്ക് ചെയ്യുന്നതാണ്. 2 ദിവസം കഴിഞ്ഞാൽ എന്തോ ഇതിൻ്റെ ഇനോഗ്രേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കാടെല്ലാം വെട്ടിത്തെളിച്ച് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഇത്ര നാൾ വെറുതെ ഇട്ടേക്കണായിരുന്നു, ഇപ്പോൾ സ്പീഡിൽ ചെയ്യും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും ഇല്ലേ, ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ക്രിസ്മസ് അടുത്തല്ല. അപ്പോൾ ഏതായാലും പപ്പ ഇന്ന് പിടിപ്പിച്ച ലൈറ്റ് കൂടി കാണിക്കുക. അത് ലൈറ്റ് കത്തിക്കിടക്കുമ്പോഴത്തേക്കും അത് ലൈറ്റിനെ മനസ്സിലാവില്ല അതിൻ്റെ എന്താണെന്നുള്ളത്. അപ്പോൾ ഞാനത് ഒന്ന് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ച് തപ്പണേണ് കിടന്നിട്ട് കേട്ടോ. സ്വിച്ച് അപ്പുറത്ത് വീടിൻ്റെ അകത്തായിരുന്നു അതിൻ്റെ സ്വിച്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ വേറൊരു ലൈറ്റ് ഏതായാലും അത്യാവശ്യം ഇട്ടിട്ടാണ് നമ്മൾ അത് ഓഫ് ചെയ്യണത് കേട്ടോ. അത് ഓഫ് ചെയ്ത് അപ്പോൾ അതങ്ങനെ ഓഫ് ചെയ്യുമ്പോഴേ ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വെളിച്ചം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഭംഗി, ആ വിളക്ക് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. വിളിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്